പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ അഥവാ കമ്പാർട്ട്മെന്റ് +1 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. +1 പരീക്ഷ എഴുതണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ, +1 ജയിച്ചിട്ടുള്ള കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ +1 പരീക്ഷ എഴുതണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള, വളരെ ഭീകരമായിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ സംശയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് +1 പരീക്ഷ എഴുതണം എന്ന് പറയുന്നു, ഒരു ഭാഗത്ത് എഴുതേണ്ട എന്ന് പറയുന്നു. ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കുട്ടികൾ ആകെ വിഷമത്തിലാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണുക, അതിനുശേഷം മാത്രം ദയവ് ചെയ്ത് കമന്റ് അയക്കുക. അല്ലാതെ വീഡിയോ നമ്മുടെ എന്തായാലും ചാനലിൽ നമ്പർ ഉണ്ട്, ആ നമ്പർ നോക്കി അതിൽ ഒരു കമന്റ് അങ്ങോട്ട് വീശിയാൽ മുഴുവൻ വീഡിയോ കാണുക പോലും ഇല്ല, തമ്പനയിൽ കണ്ടിട്ടായിരിക്കാം കമന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ദയവായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞതാണ് +1 പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞിരുന്നു. ഞാനല്ല പറഞ്ഞത്, DHSC എന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. +1 പരീക്ഷ എഴുതിയാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഉത്തരവിൽ മാറ്റം വരുന്നു, സർക്കുലർ ആയിട്ടൊന്നും വരുന്നില്ല. സർക്കുലറിലുള്ള ഓരോ കാര്യവും വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. സർക്കുലർ നമ്മൾ ഒന്നാകെ, അല്ലെങ്കിൽ ഇതിന്റെ ഈ മാനുവൽ ഒന്നാകെ നമ്മൾ എടുത്ത് നോക്കി ഒറ്റ നോട്ടം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് മുഴുവനായിട്ട് ഓരോരോ വരികൾ നമ്മൾ അരിച്ചു പെറുക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പുതിയതായിട്ട് കിട്ടുന്ന വിവരം, +1 ജയിച്ചിട്ടുള്ള കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ +2 ആണ് എഴുതേണ്ടത് എങ്കിലും ഇപ്പോൾ ഓൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാകും 2 വർഷത്തെയും കൂടെ ഫീസ് അടച്ചത് കൊണ്ട്. അപ്പൊ പരീക്ഷ എഴുതാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ +1 പരീക്ഷ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി +1 പരീക്ഷ എഴുതി ഈ പരീക്ഷയ്ക്ക് നമുക്ക് നിലവിലുള്ള മാർക്കിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കുന്ന മാർക്കിനേക്കാൾ മാർക്ക് കുറയുകയോ തോൽക്കുകയോ ആണ് ചെയ്യുന്നതെങ്കിൽ ബെസ്റ്റ് മാർക്ക് ഏതാണ് അതാണ് പരിഗണിക്കുക. നിങ്ങളുടെ +1 മാർക്കായിട്ട് പരിഗണിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ജയിച്ച, അല്ലെങ്കിൽ ആ കിട്ടിയ മാർക്കോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ മാർക്ക് കിട്ടിയിട്ടെങ്കിൽ ഇവിടെ ഇംപ്രൂവ്മെന്റിൽ കിട്ടിയ കൂടുതൽ മാർക്കോ, ഏതാണോ കൂടുതലുള്ളത് ആ മാർക്കാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ആരും ഇങ്ങനെ ചിതറി ഓടി നമ്മൾ അന്വേഷിച്ച് വളരെ പരവശരായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ +1 എഴുതേണ്ട ആവശ്യമില്ലാത്തവരാണെങ്കിലും സ്കൂളിൽ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതിക്കോളുക. പരീക്ഷ തോറ്റാലും മാർക്ക് കുറഞ്ഞാലും, കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ മാർക്കാണ് ഇവിടെ കിട്ടുന്നതെങ്കിലും കഴിഞ്ഞ വർഷത്തെയാണോ അല്ലെങ്കിൽ ഈ വർഷത്തെയാണോ മാർക്ക് മികച്ചിട്ടുള്ളത്, മികച്ച മാർക്ക് ഏതാണോ ആ മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ +1ന്റെ മാർക്കായിട്ട് പരിഗണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ട് പോകരുത്. ദയവായിട്ട് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിന്റെ ഗതി നിർണ്ണയിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളിലേക്ക് നമ്മളിങ്ങനെ ചകഞ്ഞ് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ നിങ്ങളിൽ നിന്ന് കിട്ടാൻ ലൈക്ക് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ പുതിയ വിവരങ്ങളുമായി കാണാം എന്ന് ഉറപ്പിച്ചുകൊണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.